السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد فاتقوا الله يا عباد الله. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പ്രയത്നിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ മുൽക്കിലെ അവസാനത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത്. അൽഹംദുലില്ലാ, ഇന്നത്തെ ക്ലാസ്സോടുകൂടി സൂറത്തുൽ മുൽക്ക് അവസാനിക്കുകയും തുടർന്നുള്ള ദിവസങ്ങളിൽ സൂറത്തു സജ്ദയാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ ഇനി 22-ാമത്തെ ആയത്താണ് നമുക്ക് പാരായണം ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്കൊന്ന് പാരായണം ചെയ്ത് തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി അഹ്ദാ അമ്മൻ യംശി സവിയ്യൻ അലാ സിറാത്തിൻ മുസ്തഖീം. അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി അഹ്ദാ അമ്മൻ യംശി സവിയ്യൻ അലാ സിറാത്തിൻ മുസ്തഖീം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ആയത്തുകളിൽ ഭൂമിയെ വിധേയമാക്കിയത് പറഞ്ഞു. ആ ഭൂമിയെ തന്നെ അള്ളാഹുവിന് എന്ത് ചെയ്യാം? ആഴ്ത്തിക്കളയാൻ സാധിക്കും. ആ ഭൂമിയിലൂടെ നിങ്ങൾക്ക് ശിക്ഷ ഇറക്കി തരാൻ സാധിക്കും. എന്നിട്ട് അവിശ്വാസികളെ കുറിച്ച് പറഞ്ഞു. അവിശ്വാസികൾ പ്രവാചകന്മാരെ കളിയാക്കിയിട്ടുണ്ട്. അവർ ആകാശത്തിലേക്ക് നോക്കുന്നില്ല. അവരെ സഹായിക്കാനായിട്ട് അള്ളാഹു അല്ലാതെ മറ്റാരും ഉണ്ടാവുകയില്ല. അവർക്ക് ഉപജീവന മാർഗം നൽകുന്നത് അള്ളാഹുവാണ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം വിശ്വാസികളെയും അവിശ്വാസികളെയും തമ്മിൽ താരതമ്യം ചെയ്യാം. എന്താണ് ഒരു വിശ്വാസിയുടെ ഉപമ, എന്താണ് ഒരു അവിശ്വാസിയുടെ ഉപമ എന്നാണ് സൂറത്തുൽ മുൽക്കിലെ 22-ാമത്തെ ആയത്തിൽ പറയുന്നത്. അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹി. അഫമൻ ആണോ, യംഷി മശായംഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുക, നടക്കുന്നവനാണോ. മുകിബ്ബൻ മുഖം കുത്തിയിട്ട്, മുകിബ്ബൻ അലാ വജ്ഹിഹി മുഖം കുത്തിയിട്ട് നടക്കുന്നവനാണോ. അഹ്ദാ ഏറ്റവും നേർമാർഗത്തിലായത്. മുഖം കുത്തി നടക്കുന്നവനാണോ നേർമാർഗത്തിലായത്? അതല്ല അമ്മൻ യംശി സവിയ്യൻ നേരെ നടക്കുക. സവിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ, മുസ്തവിയൻ നേരെ നടക്കുന്നവനാണോ. അലാ സിറാത്തിൻ മുസ്തഖീം. അപ്പോൾ മുഖം നിലത്ത് കുത്തിക്കൊണ്ട് നടക്കുന്നവനാണോ സന്മാർഗം പ്രാപിക്കുന്നവൻ? അതല്ല നേരെയുള്ള പാതയിലൂടെ സിറാത്തുൽ മുസ്തഖീമിലൂടെ നടക്കുന്നവനാണോ ശരിയായ ഹിദായത്ത് നേർമാർഗം ലഭിച്ചവൻ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ അവിശ്വാസികളെ എന്തിനോടാ താരതമ്യം ചെയ്തത്? മുഖം കുത്തിയിട്ട് നടക്കുന്നവരാണ്. എന്നാൽ വിശ്വാസികളോ നേരെ സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ മുസ്തഖീമിലാണ് എന്ത് ചെയ്യാം? അവർ നടക്കുക എന്നാണ്. സിറാത്ത് എന്ന് പറഞ്ഞാൽ വഴി, മുസ്തഖീം നേരായ ചൊവ്വായ മാർഗം. അപ്പോൾ ഇവിടെ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയം കീഴ്മേലായി മറിഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത്, അവരുടെ ഹൃദയം കീഴ്മേലായി മറിഞ്ഞിട്ടുണ്ട്. അവർ അസത്യത്തെ സത്യമായിട്ടാണ് കാണുന്നത്, അസത്യത്തെ സത്യമായിട്ടാണ് കാണുന്നത്. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സംശുദ്ധമായ ഹൃദയമാണ്. എന്താണോ സത്യം അതിനെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സത്യമായി കാണുന്നുണ്ട്. അതാണ് ആദ്യത്തെ ആയത്തിന്റെ ഭാഗത്തിൽ അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി. അതായത് അവർ വഴികേടിലാണ് എന്നാണ്. മുഖം കുത്തി നടക്കുന്ന ആളുകൾ അവിശ്വാസികളാണ്. അവിശ്വാസികൾ വഴികേടിലാണ്. എവിടേക്കാണ് അവരെത്തിപ്പെട്ടതെന്ന് എന്തറിയില്ല, അവർക്ക് തന്നെ അറിയില്ല എന്നാണ് അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. അമ്മൻ യംശി സവിയ്യൻ അലാ സിറാത്തിൻ മുസ്തഖീം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വഴിപിഴച്ച ആളുകൾ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടാൽ, അവിശ്വാസികളായ ആളുകൾ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടാൽ എങ്ങനെയാണ് പോവുക? മുഖം കുത്തിയിട്ടാണ്. മഹ്ശറിലേക്ക് പോവുക മുഖം കുത്തിയിട്ടായിരിക്കുന്ന.
ഇത് ദുനിയാവിലും ഇതേപോലെയാണ്, ആഖിറത്തിലും എന്താണ് ഇതേ അവസ്ഥയാണ്. ദുനിയാവിൽ അവർ മുഖം കുത്തുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ദുനിയാവിൽ അവർ നേരെ നടക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ആ രൂപത്തിൽ പറയാനുള്ള കാരണം അവരെന്തല്ല, നേർമാർഗത്തിലല്ല, അവർ നേർമാർഗത്തിലല്ല സഞ്ചരിക്കുന്നത്. അപ്പം ആഖിറത്തിൽ വിശ്വാസികൾ നടന്നുകൊണ്ടും എന്നാൽ അവിശ്വാസികൾ മുഖം കുത്തിയിട്ടാണ് പോവുക. അവിടെ എന്തുകൊണ്ട് മുഖത്തെ പ്രതിപാദിച്ചു? ഒരുപാട് അവയവങ്ങളുണ്ടല്ലോ, ശരീരത്തിൽ ഒരുപാട് അവയവങ്ങളുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് മുഖത്തെ പ്രതിപാദിക്കാൻ കാരണമായി തീർന്നത്? കാരണം ഒരു മനുഷ്യൻ്റെ അവയവങ്ങളിൽപ്പെട്ട് ഒരു മനുഷ്യൻ്റെ അവയവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്? മുഖം. ശരീരഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുഖം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യരുത്, മുഖത്തേക്ക് അടിക്കരുത് എന്ന് പറഞ്ഞത്. കാരണം മുഖത്തേക്ക് അടിക്കുക, അതേപോലെ തന്നെ മുഖത്തേക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ നിന്ദിക്കാവുന്നതിലപ്പുറമാണ്. അവിശ്വാസി നാളെ വരുന്ന സന്ദർഭത്തിൽ മുഖം കുത്തിയിട്ടായിരിക്കും നടക്കുക. അപ്പോൾ ആ സന്ദർഭത്തിലാണ് സ്വഹാബാക്കൾ റസൂലിനോട് അത്ഭുതപ്പെട്ട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് കൈഫ യുഹ്ശറു നാസു അലാ വുജൂഹിഹിം, എങ്ങനെയാണ് മഹ്ശറിലേക്ക് ജനങ്ങൾ മുഖം കുത്തിയിട്ട് വരിക? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നത്, ഇന്നല്ലദി അംശാഉം അലാ അർജുലിഹിം ഖാദിറുൻ അലാ അൻ യുംശിയഉം അലാ വുജൂഹിഹിം, ആരാണോ കാലിലൂടെ നടക്കാൻ ഒരാൾക്ക് കുതിരത്ത് നൽകിയത്, ആ അള്ളാഹ് എന്ത് ചെയ്യും, മുഖം നിലത്തുരച്ചുകൊണ്ട് നടക്കാനുള്ള കുതിരത്തും അള്ളാഹു നൽകും എന്ന് സഹാബാക്കളോട് പറഞ്ഞു കൊടുക്കണ്ടായി. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആനിലെ മറ്റു ചില ആയത്തുകളും അതിന് സമാനമായിട്ട് നമുക്ക് കാണാൻ പറ്റും. സൂറത്തു നൂറിലെ 45-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിൻ മാഇൻ ഫമിൻഹും മൻ യംശി അലാ ബത്നിഹി. ചില മൃഗങ്ങൾ വയറിലൂടെ നടക്കുന്ന മൃഗങ്ങളില്ലേ, ഏതാ? ഇപ്പോൾ എരന്ന് കൊണ്ടുപോകുന്ന ജന്തുക്കളൊക്കെ, പാമ്പൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? ആ രൂപത്തിലാണ്. അപ്പം അള്ളാഹ്ക്ക് എന്ത് ചെയ്യാം, ഏത് രൂപത്തിലും ഒരാളെ നടത്തിക്കാൻ അള്ളാഹുവിന് പറ്റും. വമിൻഹും മൻ യംശി അലാ റിജ്ലൈൻ, അതേ സന്ദർഭത്തിൽ മൃഗങ്ങളുടെ കൂട്ടത്തിൽ കാലിലൂടെ നടക്കുന്ന ആളുകളുണ്ട്. വമിൻഹും മൻ യംശി അലാ അർബ യഖ്ലുഖുല്ലാഹു മാ യശാ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു എങ്ങനെയാണോ അവൻ ഉദ്ദേശിക്കുന്നത് ആ രൂപത്തിൽ സൃഷ്ടിക്കും. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. മറ്റൊരു ഹദീസിൽ ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസാണ്, മഹ്ശറിലേക്ക് 3 രൂപത്തിലാണ് ആൾക്കാർ വരിക. മഹ്ശറിലേക്ക് 3 രൂപത്തിൽ, ഇന്നകും മഹ്ശൂറൂന റിജാലൻ, ചില ആൾക്കാർ നടന്നുകൊണ്ടാണ് മഹ്ശറിലേക്ക് വരിക. ചില ആൾക്കാർ റുക്ബാനൻ, വാഹനത്തിലാണ് വരിക. ചില ആൾക്കാർ വാഹനത്തിലാണ് വരിക. വതുജറൂന അലാ വുജൂഹിക്കും, ചില ആളുകൾ മുഖം നിലത്തുരച്ചുകൊണ്ടാണ് വരിക. സൂറത്തു മറിയമിലെ 85-ാമത്തെ ആയത്ത്, യൗമ നഹ്ശുറുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫ്ദ. ആ വഫ്ദിനെ മുഫസ്സിരീങ്ങൾ തഫ്സീർ ചെയ്യുന്നത് അൽ ഇബൽ അലൻ നജാഇബ് അലൽ ഇബ്ലിൻ നൂഖ് എന്ന രീതിയിലാണ്. അതായത് അവർ വാഹനത്തുമ്മ കയറി, ചില പൊട്ടകമായിരിക്കാം, അതേത് എന്ന് ക്ലിപ്തപ്പെടുത്തപ്പെട്ടിട്ടില്ല, ആ രൂപത്തിലായിരിക്കും ചില ആളുകൾ ഖിയാമത്ത് നാളിലേക്ക് മഹ്ശറിലേക്ക് വരികയാണ്. അവരുടെ ഈമാൻ പൂർണ്ണമായ ഈമാനായിരിക്കും. അവർക്ക് ചിലപ്പോൾ ദുനിയാവിൽ വാഹനങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ദുനിയാവിൽ നമ്മളറിയാത്ത വെറും പാവപ്പെട്ട ആളുകളായിരിക്കാം. പക്ഷെ എന്നാൽ നാളെ ആഖിറത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ കർമ്മങ്ങൾ മൂലം ആ കർമ്മങ്ങൾക്കനുസൃതമായിട്ട് എന്ത് ചെയ്യും, അവരത്തരം വലിയ ഒട്ടകത്തിലൊക്കെ ആയിരിക്കും മഹ്ശറിലേക്ക് എത്തിപ്പെടുക. അവരോട് മലക്കുകൾ പറയും, ഹാദാ യൗമുകുമുല്ലദീ കുൻതും തുഅദൂൻ, ഏതൊരു ദിവസമാണോ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത് ആ ദിവസമാണ് ഇത്. അല്ലാ തഖാഫു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. വഅബ്ശിറു ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ, ഏതൊരു സ്വർഗം കൊണ്ടാണോ അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അതിൽ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്നെന്തെയും അവരോട് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നതാണ് സന്മാർഗത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി, നിങ്ങൾ എന്ത് ചെയ്യണം, എന്നെ പിൻപറ്റണം. അപ്പോൾ സന്മാർഗത്തിന്റെ ഹിദായത്തിന്റെ മാർഗം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതിലൂടെയാണ്. ഒരിക്കൽ ഖത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖത്തൻ ബിയദിഹി, റസൂൽ ഒരു വര വരച്ചു. ഹാദാ സബീലുല്ലാഹി മുസ്തഖീമ, എന്നിട്ട് പറഞ്ഞു ഇത് നേരായ മാർഗമാണ്, അള്ളാഹുവിന്റെ മാർഗമാണ്. വഖത്ത ഖുതൂതൻ അൻ യമീനിഹി വശിമാലിഹി, എന്നിട്ട് ഇടത്തോട്ടും വലത്തോട്ടൊക്കെ എന്ത് ചെയ്തു, വരകൾ വരച്ചു. എന്നിട്ട് പറഞ്ഞു ഹാദിഹി സുബുലു ലൈസ മിൻഹാ സബീലുൻ ഇല്ലാ അലൈഹി ശൈത്താനുൻ യദ്ഉ ഇലൈഹി, ഈ വലത്തോട്ടും ഇടത്തോട്ടും ഒക്കെ വരച്ച വരകൾ അവിടൊക്കെ എന്തുണ്ട്, ശൈത്താൻ
കാത്തു നിൽക്കുന്നുണ്ട്. അതൊന്നും എന്തല്ല, നേർമാർഗത്തിലേക്കുള്ള വഴിയല്ല. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ അൻആമിലെ 153-ാമത്തെ ആയത്ത് ഓതി. وأن هذا صراطي مستقيما, ഇതാണെന്ത്, എൻ്റെ നേരായ മാർഗം. ഫത്തബിഊഹു, നിങ്ങൾ അതിനെയാണ് പിൻപറ്റേണ്ടത്. വലാ തത്തബിഉ, നിങ്ങൾ പിൻപറ്റരുത് അസ്സുബുൽ, മറ്റു മാർഗങ്ങളെ പിൻപറ്റരുത്. അപ്പോൾ ഇവിടെ ആ പ്രയോഗം നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. വലാ തത്തബിഉ സുബുൽ എന്ന് പറഞ്ഞത് സബീലിന്റെ ജംആണ് സുബുൽ. അപ്പോൾ വലാലത്ത് ഒരുപാടുണ്ടാവും, വലാലത്ത് വഴികേട് ഒരുപാടുണ്ടാവും. ഹിദായത്ത് എത്രയേ ഉള്ളൂ? ഒന്നേ ഉള്ളൂ, ഒറ്റ മാർഗമാണ് ഹിദായത്തിന്റെ മാർഗം. വലാലത്ത് ഒരുപാടുണ്ടാകും. അപ്പോൾ വഴികേടിന്റെ ആളുകൾക്ക് അവരുടെ വഴികേടിൽ തന്നെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. വലാലത്തിന്റെ ആളുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, വഴിവഴിച്ച ആളുകൾ എടുത്ത് പരിശോധിച്ചാൽ അവർക്ക് അവരുടെ വഴിപിഴവിൽ വഴികേടിൽ തന്നെ ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അതിൽ തന്നെ അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. എന്നാൽ ഹക്കിലുള്ള ആളുകൾക്കോ ഒറ്റ അഭിപ്രായങ്ങളെ ഉണ്ടാവുകയുള്ളൂ. സൂറത്തുൽ ഇസ്രായിലെ 97-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം, അവരുടെ മുഖത്തിലൂടെയാണ് എന്ത് ചെയ്യുക, നാളെ ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക. ഉമ്യൻ വബുക്മൻ വസുമ്മൻ, അവർക്ക് അവരന്തരും ഊമകളും ബധിരകളുമായിരിക്കുന്ന, സംസാരിക്കാൻ പറ്റൂല, കേൾക്കാൻ പറ്റൂല, ആ രൂപത്തിലായിരിക്കും അവരെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുക. എന്നിട്ട് അവരോട് പറയും, ഫദൂഖു ഫലൻ നസീദകും ഇല്ലാ അദാബ, നിങ്ങൾ എന്ത് ചെയ്യുക, ശിക്ഷ ആസ്വദിച്ചു കൊള്ളുക, ശിക്ഷ വർദ്ധിക്കുകയല്ലാതെ ശിക്ഷയ്ക്ക് യാതൊരു കുറവും ഉണ്ടാവുകയില്ല. അപ്പൊ അവർ ഈ പറഞ്ഞ അവിശ്വാസികൾ ദുനിയാവിൽ എന്ത് ചെയ്തിട്ടില്ല, അള്ളാഹുവിന്റെ സത്യം കേട്ടിട്ടില്ല, ദുനിയാവിൽ അള്ളാഹുവിന്റെ സത്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, ദുനിയാവിൽ അള്ളാഹുവിന്റെ സത്യത്തെ പുൽകാത്തത് കൊണ്ട് തന്നെ നാളെ അവരുടെ കണ്ണുകളും കാതുകളും ഒന്നും തന്നെ കാഴ്ചയില്ലാത്ത രൂപത്തിൽ, കേൾക്കാൻ പറ്റാത്ത രൂപത്തിൽ, കാരണം ദുനിയാവിൽ ആ രൂപത്തിലാണ് എന്ത് ചെയ്തത്, അള്ളാഹുവിന്റെ സന്ദേശത്തോട് അവർ പെരുമാറിയത്. സൂറത്തുൽ ഇസ്രായിലെ 44-ാമത്തെ ആയത്തിലും അതേപോലെ തന്നെ സൂറത്തുൽ അറാഫിലെ 179-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ലഹും ഖുലൂബുൻ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, ലാ യഫ്ഖഹൂന ബിഹാ, ആ ഹൃദയം കൊണ്ട് എന്ത് ചെയ്യുന്നില്ല, അവർ ചിന്തിക്കുന്നില്ല. വലഹും അഅ്യുനുൻ, അവർക്ക് കണ്ണുകളുണ്ട്, ലാ യുബ്സിറൂന ബിഹാ, അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. വലഹും ആദാനുൻ, ചെവിയുണ്ട്, ലാ യസ്മഊന ബിഹാ, അതിലവർ കേൾക്കുന്നില്ല. ഉലൈക കൽ അൻആം, അവർ കന്നുകാലികളെ പോലെയാണ്, അല്ല അതിനേക്കാളും വഴിപിഴച്ചവരാണ്. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവരാണ് ഗഫലത്തിലായവർ, അശ്രദ്ധയിലായവർ. അപ്പൊ ഇവിടെ അള്ളാഹു ഒരു പറ്റം മനുഷ്യന്മാരെ സാദൃശ്യപ്പെടുത്തുന്നത് ആരോടാ? അൻആമുകളോടാണ്, കന്നുകാലികളോടാണ്, മൃഗങ്ങളോടാണ്. അതിനേക്കാളും വഴിപിഴച്ചവരെന്നാ പറഞ്ഞത്. അതിന്റെ കാരണം കന്നുകാലികൾ പോലും അള്ളാഹുവിന് എന്ത് ചെയ്യുന്നുണ്ട്, തസ്ബീഹകൾ ചെയ്യുന്നുണ്ട്, അള്ളാഹുവിനെ സ്തുതിക്കുന്നുണ്ട്, അള്ളാഹുവിനെ ഓർക്കുന്നുണ്ട്. എന്നാൽ ബുദ്ധിയുള്ള ചിന്താശേഷിയുള്ള ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല, അതുപോലും ചെയ്യുന്നില്ല. സൂറത്തുൽ ഇസ്രായിലെ 44-ാമത്തെ ആയത്ത്, തുസബ്ബിഹു ലഹുസ് സമാവാതു സബ്ഉ വൽ അർദു വമൻ ഫീഹിന്ന, 7 ആകാശങ്ങളും ഭൂമിയും അതിലെന്തൊക്കെയുണ്ടോ അതെല്ലാം അള്ളാഹുവിന് എന്ത് ചെയ്യുന്നുണ്ട്, തസ്ബീഹ് ചെയ്യുന്നുണ്ട്. വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും ഇന്നഹു കാന അലീമൻ ഗഫൂറ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അവരുടെ തസ്ബീഹ് എങ്ങനെയെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതാണ് ഈ ആയത്തിന്റെ വിശദീകരണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് നമ്മൾ ഒരു ചെറിയ ഉദാഹരണം, 2 വഴികൾ, ഒരു വഴി നേരായ വഴിയാണ്, നമുക്ക് ഒരു ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിപ്പെടണം, നേരായ വഴിയിലൂടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിപ്പെടാം. എന്നാൽ മറഞ്ഞിട്ടും വളഞ്ഞിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അതിലൂടെ എത്തിപ്പെടാൻ പറ്റും. നമ്മൾ ഏതാ സ്വീകരിക്കുക? നേരായ വഴിയാണ്. കാരണം എന്ത് ചെയ്യും, പെട്ടെന്നെത്തും, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതേപോലെയാണ് സിറാത്തുൽ മുസ്തഖീം എന്നത്, നേരായ വഴിയാണ്, എളുപ്പമാണ് സ്വീകരിക്കാൻ. അതുകൊണ്ട് തന്നെ ആ വഴിയിലൂടെയാണ് സഞ്ചരിക്കേണ്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉണർത്താൻ, ഈ പറഞ്ഞ വിശ്വാസികളെയും അവിശ്വാസികളെയും താരതമ്യം ചെയ്തു. വിശ്വാസികൾ അവർ നടന്നുകൊണ്ടും എന്നാൽ അവിശ്വാസികൾ അവർ മുഖം കുത്തിക്കൊണ്ടുമാണ് പോവുക. ശേഷം പറയാണ്, ഈ വിശ്വാസികളെ ഉണർത്താൻ എല്ലാം ആരാ സൃഷ്ടിച്ചിട്ടുള്ളത്, അള്ളാഹു ആണ് എന്ന ബോധ്യം അവരെ ബോധിപ്പിക്കുക. ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ഖലീലൻ മാ തഷ്കുറൂൻ. ഖുൽ,
നബിയെ താങ്കൾ പറയുക. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു ഖുർആനിലുള്ളതെല്ലാം പറയേണ്ടതാണ് അല്ലെ. ഖുർആനിലുള്ളത് എല്ലാം അവിടെയുള്ള അനുചരന്മാരോട് സഹാബാക്കൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടതാണ്. പക്ഷെ എന്നിട്ടും അള്ളാഹു എന്ത് പറഞ്ഞു? കുൽ. അപ്പൊ ഇത് പ്രത്യേകം എന്ത് ചെയ്യേണ്ടതാണ്? പറയേണ്ട കാര്യമാണ്. കുൽ നബിയെ താങ്കൾ പറയുക, ഹുവല്ലദീ അവനാണ്, ഹുവ അവൻ, അല്ലദീ എങ്ങനെയുള്ളവൻ, അൻശഅകും നിങ്ങളെ സൃഷ്ടിച്ചു. അൻശഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൻ ഗൈരി മുആവിനിൻ ലഹു വലാ മുളാഹിർ, ഒരു സഹായിയുടെയും സഹായമില്ലാത്ത രൂപത്തിൽ സൃഷ്ടിച്ചവനാണ് അല്ലാഹു. നിങ്ങളെ സൃഷ്ടിച്ചു. വജഅല ലക്കും നിങ്ങൾക്ക് ആക്കി തന്നു എന്ത്? അസ്സമഅ കേൾവി, വൽ അബ്സാർ കാഴ്ച, വൽ അഫ്ഇദത ഹൃദയം, ഖലീലൻ മാ തഷ്കുറൂൻ പക്ഷേ നിങ്ങളിൽ ശുക്ർ ചെയ്യുന്ന ആളുകൾ നന്നേ കുറവാണ് എന്നാണ് ആയത്തിന്റെ ആശയം. ആയത്തിന്റെ ആദ്യ ഭാഗം ഖുൽ ഹുവല്ലദീ അൻശഅകും, നബിയെ താങ്കൾ പറയുക അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്, ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചിട്ടുള്ളത്. സമാനമായ ആയത്തുകൾ ഖുർആനിൽ ഒരുപാട് വന്നിട്ടുണ്ട്. സൂറത്തുൽ അൻആമിലെ 98-ാമത്തെ ആയത്ത്, വഹുവല്ലദീ അൻശഅകും മിൻ നഫ്സിൻ വാഹിദ, ഒറ്റ നഫ്സിൽ നിന്നാണ് അവൻ എന്ത് ചെയ്തത്? നിങ്ങളെ സൃഷ്ടിച്ചത്. സൂറത്തുൽ ഹൂദിലെ 61-ാമത്തെ ആയത്ത്, ഹുവ അൻശഅകും മിനൽ അർദി വസ്തഅമറകും ഫീഹാ, അവൻ നിങ്ങളെ സൃഷ്ടിക്കുകയും ഭൂമിയിൽ നിങ്ങൾക്ക് താമസിക്കാൻ ഉതകുന്ന രൂപത്തിൽ ഭൂമിയെ സംവിധാനിക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ ഒരു കാര്യം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ രണ്ട് രൂപത്തിൽ ഒരു കാര്യത്തെ ഉണ്ടാക്കാൻ പറ്റും. ഒന്നെങ്ങനെയാ? സഹായത്തിലൂടെ, ഒരാളുടെ സഹായത്തിലൂടെ എന്ത് ചെയ്യാം? ഒരു കാര്യം ഉണ്ടാക്കുക. മറ്റൊന്നോ സഹായമില്ലാതെ ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കുക. മനുഷ്യൻ എങ്ങനെ ഉണ്ടാക്കുന്നത്? സഹായത്തോടു കൂടിയാണ്. മനുഷ്യൻ എന്ത് തന്നെ ഉണ്ടാക്കിയാലും അള്ളാഹു ഇവിടെ വെച്ച ചില സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ട് മാത്രമേ മനുഷ്യൻ ഏത് വസ്തുവും സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. എന്നാൽ അള്ളാഹുവിന് അങ്ങനല്ല. അള്ളാഹു സൃഷ്ടിക്കുന്നത് ഒന്നിൻ്റെയും അടിസ്ഥാനമില്ലാതെയാണ് അള്ളാഹു സൃഷ്ടിക്കുന്നത്. ഇല്ലായ്മയിൽ നിന്നാണ് അള്ളാഹു സൃഷ്ടിക്കുന്നത്. വജഅല ലക്കുമുസ് സമഅ, നിങ്ങൾക്ക് കേൾവി തന്നിട്ടുണ്ട്, വൽ അബ്സാർ കാഴ്ചയുണ്ട്, വൽ അഫ്ഇദ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു കേൾവിയും കാഴ്ചയും എന്നത് ഹൃദയത്തിലേക്കുള്ള വാതിലാണ്. അതാണ് ആദ്യം കേൾവി, പിന്നെ കാഴ്ച, പിന്നെ ഹൃദയം പറയുന്നത്. അവിടെ ഭാഷയുടെ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സമഅ എന്നത് ഏകവചനാണ്, അബ്സാർ എന്നത് ബസർ അബ്സാർ ബഹുവചനാണ്. അതേപോലെ തന്നെ ഫുആദ് അഫ്ഇദത്ത് അതും ബഹുവചനം. കേൾവി മാത്രമാണ് ബഹുവചനത്തിലൂടെ പറയാത്തത്. എന്തായിരിക്കും? ബാക്കിയൊക്കെ ബഹുവചനത്തിൽ പറഞ്ഞു, കേൾവി മാത്രം ബഹുവചനത്തിൽ പറയാതെ ഏകവചനത്തോടു കൂടിയാണ് പറഞ്ഞത്. അത് ഖുർആനിൽ ചിലയിടത്ത് ഏകവചനം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മിനൽ ളുലുമാതി ഇലൻ നൂർ, ളുലുമാത്ത് ബഹുവചനാണ്, വഴികേടുകൾ. നൂർ എന്നുള്ളത് ഏകവചനാണ്. അപ്പം ഏതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം? പ്രകാശത്തിനാണ്, നൂറിനാണ്. അപ്പം ഇവിടെയും സമഇനാണ് പ്രാധാന്യം എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ്, സമഇനാണ് പ്രാധാന്യം എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ഡിതന്മാരിൽ അറിയപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എന്നാലും കേൾവി ഉണ്ടാകും. അങ്ങനെ ലോകത്ത് പ്രസിദ്ധന്മാരായ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരാളാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല. അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്നാൽ അദ്ദേഹം സൗദിയിലെ ഗ്രാൻഡ് മുഫ്തി ആയിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ കാഴ്ചക്ക് എന്തുണ്ട്? പരിമിതി ഉണ്ടായിരുന്നു. പക്ഷെ കേൾവിക്ക് എന്തുണ്ടായിട്ടില്ല? പരിമിതി ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് കേൾവിക്കാണെന്ത് പ്രാധാന്യം കൂടുതൽ. അതുമാത്രമല്ല, നമ്മൾ കേൾക്കുന്നത് ഒരു കാര്യമാണ്, കേൾക്കുന്നത് ഒരു കാര്യമാണ്. ഇപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പ്രവാചകന്മാരിൽ നിന്ന് കേട്ടതെല്ലാം ഒറ്റ കാര്യമല്ലേ? പ്രവാചകനിൽ നിന്ന് എല്ലാവരും കേട്ടത് ഒരേ കാര്യമാണ്. പക്ഷേ അവർ ചിന്തിക്കുന്നതും അതവർ മനസ്സിലാക്കുന്നതൊക്കെ എങ്ങനെയാണ്? വ്യത്യസ്തമായിട്ടാണ്. അപ്പം അതുകൊണ്ടൊക്കെ ആണ് സമഅ എന്നത് ഏകവചനത്തോടു കൂടി ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു പറയാം, ഇതൊക്കെ കൊടുത്തിട്ടും അവരുടെ അവസ്ഥ എന്താ? ഖലീലൻ മാ തഷ്കുറൂൻ, ഈ പറഞ്ഞ അവയവങ്ങൾ കൊണ്ടൊന്നും എന്ത് ചെയ്യുന്നില്ല? അള്ളാഹുവിനെ അനുസരിക്കുന്നില്ല, മറിച്ച് അള്ളാഹുവിനെ ധിക്കരിക്കുകയാണ് ചെയ്യുന്നത്. ഈ അവയവങ്ങളൊക്കെ നൽകിയതാരാ? അള്ളാഹു. എന്നാൽ അതേ അവയവങ്ങൾ ഉപയോഗിച്ചിട്ട് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന അവസ്ഥയാണ് അവരിൽ കണ്ടുവരുന്നത്. അപ്പോൾ ശുക്ർ ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്, ശാക്കിരീങ്ങളായ ആളുകൾ വളരെ കുറവാണ്. അതോടൊപ്പം തന്നെ ശുക്ർ ചെയ്യുന്നതും വളരെ കുറവാണ്.
ഇവിടെയാണ് ശുക്റിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കെല്ലാം ഒരുക്കി തന്ന ഒരാൾ, ആ വ്യക്തിക്ക് നമ്മൾ തിരിച്ച് നന്ദി ചെയ്യുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ കടമപ്പെട്ട ആളുകളാണ് നമ്മൾ. അത് അള്ളാഹുവിനോടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ കടപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ആ വിഷയത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പോരായ്മ നമുക്കുള്ളതും. സൃഷ്ടികളുടെ വിഷയത്തിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യൂല, നമ്മൾ ഒരിക്കലും അവരോട് നന്ദി കാണിക്കാത്ത അവസ്ഥ ഉണ്ടാകുക വളരെ കുറവായിരിക്കും. ഉദാഹരണത്തിന്, അപ്പുറത്തെ വീട്ടിലെ ഒരാൾ നമ്മെ സാമ്പത്തികമായി സഹായിച്ചു, നമ്മളൊന്നും ചോദിച്ചിട്ടില്ല, ചോദിക്കാതെയാണ് നമ്മെ സഹായിച്ചതെന്ന് വിചാരിക്കാം. ഒരു 10,000 രൂപ നമുക്ക് ആവശ്യമുണ്ടായ സമയത്ത് ഒരു 10,000 രൂപ തന്നു, നമ്മളത് സ്വീകരിച്ചു. നമുക്ക് അദ്ദേഹത്തോട് വല്ലാത്ത കടപ്പാടുണ്ടാവും, വല്ലാത്ത കടപ്പാട് നമുക്കുണ്ടാവും. നമ്മൾ അദ്ദേഹത്തെ അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യൂല, ചതിക്കുകയോ വഞ്ചിക്കുകയോ അദ്ദേഹത്തോട് മോശമായി പെരുമാറുകയോ ചെയ്യുകയില്ല. എന്നാൽ നേരെ മറിച്ച് നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കി തന്ന റബ്ബ്, ആ റബ്ബിനെ ധിക്കരിക്കുന്നതിൽ നമുക്ക് എന്തില്ല, ലജ്ജയില്ല, യാതൊരു നാണവുമില്ല. എന്നാൽ ദുനിയാവിലെ ഓഹരി നമുക്ക് ഒരുക്കി തന്ന ആ മനുഷ്യന് അദ്ദേഹത്തെ ധിക്കരിക്കാൻ നമുക്ക് ലജ്ജയുണ്ട് താനും. അവിടെയാണ് നമ്മൾ നമ്മുടെ നന്ദികേട് എത്രത്തോളം ഉണ്ട് എന്ന് തിരിച്ചറിയേണ്ടത്. അപ്പം അള്ളാഹുവിനെപ്പോഴും ശുക്ർ ചെയ്യുന്ന ആളുകളായി മാറേണ്ടതുണ്ട്. ശുക്ർ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴായി പറഞ്ഞതാണ്, നാവ് കൊണ്ട് മാത്രമല്ല എന്ത് ശുക്ർ. ഒരാൾ നിസ്കരിക്കുന്നുണ്ട് എങ്കിൽ അത് അവയവങ്ങൾ കൊണ്ടുള്ള ശുക്റാണ്, അവയവങ്ങൾ കൊണ്ടുള്ള ശുക്റാണ്. അപ്പൊ ജീവിതം മൊത്തം ശുക്റിലൂടെ ജീവിച്ചു തീർക്കാൻ സാധിക്കണം. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി പറഞ്ഞു വെക്കുന്നത്, അള്ളാഹുവിന് വേണ്ടി ശുക്റിന്റെ സുജൂദ് ചെയ്തു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യണം, വേറെ സുജൂദ് ചെയ്യേണ്ടി വരുന്ന. കാരണം ആ സുജൂദിന് തൗഫീഖ് നൽകിയത് ആരാ? അള്ളാഹുവാണ്. അള്ളാഹുവാണ് അതിന് തൗഫീഖ് നൽകിയത്. അപ്പം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിനെ സ്തുതിക്കാനല്ലാതെ നമുക്കൊരിക്കലും അള്ളാഹുവിനെ സ്തുതിക്കാതെ അതല്ലെങ്കിൽ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുക എന്നുള്ളത് ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ ഒരിക്കലും യോജിച്ചതല്ല. സൂറത്തു നഹ്ലിലെ 78-ാമത്തെ ആയത്ത്, വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ ശുക്റുള്ള ആളുകളാകാൻ വേണ്ടിയിട്ടാണ് സമഅ്, ബസർ, അഫ്ഇദത്ത് ഒക്കെ അള്ളാഹു ഏർപ്പെടുത്തി തന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞ കാഴ്ചയെക്കുറിച്ചും കേൾവിയെക്കുറിച്ചും ഒക്കെ എന്ത് ചെയ്യും, അള്ളാഹു ചോദിക്കും. അതിനെപ്പറ്റി ചോദ്യം ചെയ്യപ്പെടാത്ത ഒരവസ്ഥ ഉണ്ടാവുകയില്ല. സൂറത്തുൽ ഇസ്രായിലെ 36-ാമത്തെ ആയത്ത്, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, എല്ലാത്തിനെ കുറിച്ചും നമ്മൾ എന്തൊക്കെയാണോ കേട്ടത്, ആ കേട്ടതിൽ നന്മകൾ എന്തൊക്കെയാണ്, തിന്മകൾ എന്തൊക്കെയാണ്, എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. നമ്മൾ കണ്ടത്, നമ്മൾ കാണാൻ പാടില്ലാത്തത് കണ്ടിട്ടുണ്ട് എങ്കിൽ അതും ചോദ്യം ചെയ്യപ്പെടും. അങ്ങനെ എല്ലാ അവയവങ്ങളെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. സൂറത്തുൽ ഫുസ്സിലത്തിലെ 21-ാമത്തെ ആയത്ത്, മനുഷ്യന്മാർ നാളെ ഖിയാമത്ത് നാളിൽ പറയും, എന്തിനാണ് എൻ്റെ സ്വന്തം തൊലികൾ അവർക്കെതിരെ സാക്ഷി പറയും, സ്വന്തം തൊലികൾ അവർക്കെതിരെ സാക്ഷി പറയും. ആ സാക്ഷി പറയുന്ന സമയത്ത് ചോദിക്കും, ലിമ ഷഹിത്തും, നിങ്ങൾ എന്തിനാണ് സാക്ഷി പറഞ്ഞത്? ആ സന്ദർഭത്തിൽ അവർ പറയും, ഈ സാക്ഷി പറഞ്ഞ അവയവങ്ങൾ പറയുന്ന, അൻതഖനല്ലാഹുല്ലദീ അൻതഖ കുല്ല ഷൈഇൻ, എല്ലാത്തിനും സംസാരിക്കാൻ ശേഷി നൽകിയ റബ്ബ് ആരാണോ ആ റബ്ബാണ് എന്ത് ചെയ്തത്, ഞങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ചത്. അപ്പം നമ്മൾ ചെയ്തതിൻ്റെ അത് ഹറാമാണെങ്കിൽ, അതല്ലെങ്കിൽ അത് ഹലാലാണെങ്കിൽ, നന്മയാണ് എങ്കിൽ എല്ലാത്തിനും എന്ത് ചെയ്യും, നമ്മുടെ കൈകാലുകൾ, നമ്മുടെ അവയവങ്ങളൊക്കെ സാക്ഷി നിൽക്കുന്ന ഒരു ദിവസമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിൽ വിശ്വസിക്കുന്നവൻ, ഫലിയഖുൽ ഖൈറൻ, ഒന്നുകിൽ അവൻ ഖൈർ പറയട്ടെ, നന്മ പറയട്ടെ, അതല്ലെങ്കിൽ ഔ ലിയസ്മുത്, അവൻ മിണ്ടാതിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ അവയവങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടാനുള്ളതാണ് എന്ന ബോധ്യത്തോടു കൂടിയിട്ടാണ് ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ശുക്റുള്ള മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. ശേഷം അള്ളാഹു പറയുന്നത്, കുൽ, നബിയെ താങ്കൾ പറയുക. അപ്പോൾ വീണ്ടും കുൽ ആവർത്തിച്ചു, അതിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നത്. ഹുവല്ലദീ ദറഅകും, ദറഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ വ്യാപിപ്പിക്കുന്നതിനെയാണ് ദറഅ എന്ന് പറയുന്നത്. ഭൂമിയിൽ അല്ലാഹു എന്ത് ചെയ്തു, സൃഷ്ടികളെ വ്യാപിപ്പിച്ചു. പല ആളുകളെയും പല രൂപത്തിൽ, പല കോലത്തിൽ, പല നാടുകളിൽ എന്ത് ചെയ്തു, അള്ളാഹു സൃഷ്ടിച്ചു. ഖുൽ ഹുവല്ലദീ ദറഅകും ഫിൽ അർളി, ഭൂമിയിൽ. എന്നിട്ടോ വ ഇലൈഹി തുഹ്ശറൂൻ, അവനിലേക്കാണ് നിങ്ങളുടെ മടക്കവും. അവിടെ
നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, അള്ളാഹു എല്ലാവരെയും വ്യാപിപ്പിച്ചു, പല സ്ഥലങ്ങളിലായി പല ആളുകൾ ജീവിക്കുന്നു. എന്നാൽ ഈ പറഞ്ഞ ആളുകളൊക്കെ എന്ത് ചെയ്യും? ഒരുമിപ്പിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. അതാണ് ഇലൈഹി തുഹ്ശറൂൻ, അള്ളാഹുവിലേക്കാണെന്ത് നിങ്ങളുടെ ഹഷർ, നിങ്ങളെല്ലാ ആളുകളും അള്ളാഹുവിൽ ഒരുമിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പം അള്ളാഹുവിൽ ഒരുമിപ്പിക്കപ്പെടാത്ത ഒരവസ്ഥ അതൊരിക്കലും ഉണ്ടാകാതിരിക്കുകയില്ല. എന്നിട്ട് അടുത്തത്, അള്ളാഹുവിലേക്ക് മടങ്ങും എന്നതിനെ അവിശ്വാസികൾ നിഷേധിക്കുന്നുണ്ട്. ആ നിഷേധിക്കുന്ന ആളുകളെ കുറിച്ചാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. വയഖൂലൂൻ, അവർ പറയും, അവിശ്വാസികൾ പറയും, മതാ ഹാദൽ വഅദു, ഈ വാഗ്ദാനം എപ്പോഴാണ്? ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരാണ് എങ്കിൽ, നിങ്ങൾ സത്യമാണ് പറയുന്നത് എങ്കിൽ എപ്പോഴാണ് ഈ വാഗ്ദാനം പുലരുക എന്നവർ ചോദിക്കുന്ന. അവരെന്തിനാ ചോദിക്കുന്നത്? അറിഞ്ഞിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അല്ല, മറിച്ച് കളിയാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവിശ്വാസികൾ ചോദിക്കുന്നത് ഇതെപ്പോഴാണ് നടക്കുക. അതോടൊപ്പം തന്നെ ഒരു കാര്യം, ആ കാര്യം എപ്പോഴാണ് നടക്കുക എന്നറിഞ്ഞാൽ മാത്രമാണോ ആ കാര്യം നടക്കലുണ്ടാവുക? അല്ലല്ലോ. ഇപ്പം നമ്മളൊരാളോട് പറയാം എല്ലാവരും മരിക്കും, അതുകൊണ്ട് മരണത്തെ പേടിച്ച് ജീവിക്കണം എന്നൊരാളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് മരണത്തിൻ്റെ ഡേറ്റും പറഞ്ഞു കൊടുക്കണമെന്നുണ്ടോ? ഇല്ല. അപ്പം അതേപോലെയാണ് ഖിയാമത്ത് നാളിൻ്റെയും അവസ്ഥ. ലാ മുലാസമത ബൈന സിദ്ഖി ഹാദൽ ഖബർ വബൈനൽ ഇഖ്ബാരി ബിവഖ്തിഹി, ഖിയാമത്ത് നാൾ ഉണ്ട് എന്നത് സ്ഥിരപ്പെടണമെങ്കിൽ അതിൻ്റെ സമയം കൂടി പറഞ്ഞു കൊടുക്കണം എന്നില്ല. ഖിയാമത്ത് നാൾ എന്ത് ചെയ്യും? എന്തായാലും സംഭവിക്കും. അതാണ് ഇൻ കുൻതും സ്വാദിഖീൻ എന്ന് പറഞ്ഞതിന് ശേഷം അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത്, ഖുൽ ഇന്നമൽ ഇൽമു ഇൻദല്ലാഹ്, റസൂലേ അവര് കളിയാക്കിയിട്ട് താങ്കളോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? താങ്കൾ പറഞ്ഞു കൊടുക്കണം, ഇന്നമൽ ഇൽമു, തീർച്ചയായും അറിവ് എന്നത് മാത്രമാണ് ഇൻദല്ലാഹ്, അതിനെക്കുറിച്ചുള്ള അറിവ് അള്ളാഹിൻ്റെ അടുക്കൽ മാത്രമാണ്. വ ഇന്നമാ അന നദീറുൻ മുബീൻ, ഞാൻ വ്യക്തമായ ഒരു താക്കീതുകാരൻ മാത്രമാണ്. ഞാൻ ഖിയാമത്ത് നാളിനെ കുറിച്ച് നിങ്ങൾക്ക് താക്കീത് നൽകും, ഖിയാമത്ത് നാൾ എന്തായാലും സംഭവിക്കും എന്നത് പറയാൻ വേണ്ടി വന്ന താക്കീതുകാരൻ മാത്രമാണ്. ഖിയാമത്ത് നാൾ എന്ത് ചെയ്യും? എന്തായാലും സംഭവിക്കും. എന്നിട്ട് അടുത്ത ആയത്തിൽ ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ, ഖിയാമത്ത് നാളെ കളിയാക്കിയിട്ടാണല്ലോ ഇവർ ചോദിക്കുന്നത് എപ്പോഴാണ് ഇത് നടക്കുക എന്നുള്ളതൊക്കെ. ഇനി സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? എന്തായിരിക്കും ഇവരുടെ അവസ്ഥ? ഫലമ്മാ റഅൗഹു, അവർ ഖിയാമത്ത് നാളിനെ നേരിട്ട് കാണുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ, സുൽഫത്തൻ, സുൽഫത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് അടുത്തിട്ട് സമീപസ്ഥമായിട്ട് അവരെന്ത് ചെയ്തു? ഖിയാമത്ത് നാളിനെ കാണുന്ന അവസ്ഥ ഉണ്ടായി. സീഅത് വുജൂഹുൽ ലദീന കഫറൂ, സീഅത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്ത് ഒരു മ്ലാനത ഉണ്ടാകും, മുഖം ഒരു മോശമായി പോകുന്ന അവസ്ഥ ഉണ്ടാകും. ആരുടേത്? വുജൂഹുൽ ലദീന കഫറൂ, അവിശ്വസിച്ചവരായ ആളുകളുടെ മുഖം. അപ്പോൾ അവരുടെ മുഖം എന്ത് ചെയ്യും? മ്ലാനത ബാധിക്കും. കാരണം ദുനിയാവിൽ നിഷേധിച്ച വിഷയമാണ്, ദുനിയാവിലില്ല എന്ന് പറഞ്ഞ് നടന്ന് അതിനെ നിഷേധിച്ച് അതിനെ കളിയാക്കി അതിനെതിരെ സംസാരിച്ച് അതിനെതിരെ എങ്ങനെയൊക്കെ പോരാടാൻ സാധിക്കും അങ്ങനെയൊക്കെ പോരാടി, എന്നിട്ട് എന്ത് ചെയ്യാണ്? ആ സത്യം നേരിട്ട് കാണുക. ഖിയാമത്ത് നാൾ നേരിട്ട് കാണുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ അവരുടെ മുഖത്ത് ഒരു മ്ലാനത ഉണ്ടാകും. അവിടെയാണ് നിരീശ്വരവാദികളോട് നമുക്ക് പറയാനുള്ളത്. നിരീശ്വരവാദികൾ മനസ്സിലാക്കിയത് അവിടെ എത്തിയിട്ട് തെറ്റാണെന്ന് അറിഞ്ഞാലോ അവർക്ക് രക്ഷയില്ല, അവർക്ക് യാതൊരു രക്ഷയില്ല. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവിടെ എത്തിയിട്ട് തെറ്റാണെന്ന് അറിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ? യാതൊന്നും നഷ്ടപ്പെടാനില്ല. തെറ്റാണെന്ന് അറിഞ്ഞാൽ തന്നെ യാതൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷേ അവിടെയാണ് അവർക്ക് തെറ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ പരാജയപ്പെട്ടു. എന്നാൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്തില്ല? നന്മ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെയും പരാജയമില്ല അവിടെയും പരാജയമില്ല എന്നതാണ് യാഥാർത്ഥ്യം. വഖീല ഹാദല്ലദീ കുൻതും ബിഹി തദ്ദഊൻ, വഖീല അവരോട് പറയും, ഈ അവിശ്വാസികളോട് പറയപ്പെടും, ഹാദല്ലദീ ഇതാകുന്നു, കുൻതും ബിഹി നിങ്ങൾ ഇതിന്റെ വിഷയത്തിലായിരുന്നു, തദ്ദഊൻ ജൽപ്പിച്ചിരുന്നത്, ഇതൊന്നില്ല നിങ്ങൾ പറഞ്ഞല്ലോ, ഇതാണ് ആ ഖിയാമത്ത് നാള് എന്നവരോട് പറയപ്പെടും. സൂറത്ത് സുമറിലെ 47-48 ആയത്തിൽ സമാനമായ ആശയം പറയുന്നുണ്ട്. വബദാലഹും മിനല്ലാഹി മാ ലം യകൂനു യഹ്തസിബൂന വബദാലഹും സയ്യിആതു മാ കസബൂ, അവർ വിചാരിക്കാത്തത് എന്ത് ചെയ്തു? അവർക്ക് വെളിവാകുന്ന അവസ്ഥ ഉണ്ടായി. വഹാഖ ബിഹിം മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, അവരെന്തൊന്നിനെയാണോ കളിയാക്കിയത് അവരെന്ത് ചെയ്തു? ചുറ്റിപ്പൊതിഞ്ഞു എന്നാണ്. അവരെന്തൊന്നിനെ കളിയാക്കി അതിൽ നിന്ന് പിന്മാറിയോ അതവരെ വലയം ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി. അടുത്ത ആയത്തിൽ, കുൽ നബിയെ താങ്കൾ പറയുക,
അറഅയ്തും ഇൻ അഹ്ലകനി അല്ലാഹു വമൻ മഅയ ഔ റഹിമനാ ഫമൻ യുജീറുൽ കാഫിരീന മിൻ അദാബിൻ അലീം. അവിശ്വാസികളായ ആളുകൾ ആഗ്രഹിച്ചിരുന്ന ഒരു വിഷയമാണ് എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടണം, നബി മരണപ്പെടണം, നബിയെ വധിക്കണം എന്നൊക്കെ അവർ അതിയായി ആഗ്രഹിച്ചിരുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് പറയുന്നത്, ഖുൽ, നബിയെ താങ്കൾ പറയുക, അറഅയ്തും, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിശ്വാസികളോട് ചോദിക്കാൻ വേണ്ടി പറയാം, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇൻ അഹ്ലകനി അല്ലാഹു, അല്ലാഹു എന്നെ നശിപ്പിച്ചാൽ, അല്ലാഹു എന്നെ മരിപ്പിച്ചാൽ, വമൻ മഅയ, എൻ്റെ കൂടെയുള്ള ആളുകളെയും അല്ലാഹു നശിപ്പിച്ചു, അതല്ലെങ്കിലോ ഔ റഹിമന, നമ്മോട് അല്ലാഹു കാരുണ്യം ചെയ്തു, ഫമൻ യുജീറുൽ കാഫിരീന മിൻ അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് കാഫിരീങ്ങളെ ആരാണ് രക്ഷപ്പെടുത്തുക? നമ്മൾ ശിക്ഷിക്കപ്പെട്ടാലും അള്ളാന്റെ കാരുണ്യം ലഭിച്ചാലും അത് നിങ്ങൾക്ക് എന്ത് ചെയ്യൂല? യാതൊരു ഉപകാരവും ചെയ്യുകയില്ല. നിങ്ങൾക്ക് ഉപകാരം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ആഖിറത്തിലും തൗഹീദിലും വിശ്വസിച്ചേ പറ്റൂ എന്നാണ് പറയുന്നത്. ഒരിക്കൽ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി മിസ്റിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ആ കാലഘട്ടത്തിൽ ഇമാം ഷാഫിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി. അപ്പൊ ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ ഒരു ശിഷ്യൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, ഇമാം ഷാഫിഈ മരണപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചു എന്നാണ്. അങ്ങനെ സുജൂദിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു ഇമാം ഷാഫി മരണപ്പെടാൻ വേണ്ടിയിട്ട്. കാരണം ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയോട് താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അത്ഭുതമാണ്, ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി എന്ന മനുഷ്യൻ. അപ്പൊ ഇത് ആര് കേട്ടു? ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹിയുടെ ശിഷ്യൻ ഈ പ്രാർത്ഥന കേട്ടു. അങ്ങനെ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹിയോട് ഈ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി ഒരുപാട് കവിതകൾ രചിച്ചിട്ടുണ്ട്, കവിതാ സമാഹാരം ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹിക്ക് ഉണ്ട്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി പാടുന്നത്, തമന്നാ റിജാലുൻ അൻ അമൂത, ചില ആളുകൾ ഞാൻ മരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, വഇൻ അമുത് ഫതിൽക സബീലുൻ ലസ്തു ഫീഹാ ബിഔഹദ്, ഞാൻ മരിച്ചു എന്ന് വിചാരിക്കാം, അതെന്തല്ല, ഞാൻ മാത്രമല്ല അത്തരം മാർഗത്തിലൂടെ സഞ്ചരിച്ചിട്ടുള്ളത്, മറിച്ച് പ്രവാചകന്മാരെന്ത് ചെയ്തിട്ടുണ്ട്? സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്. അതായത് ഒരുപാട് ആളുകൾ, അറിയപ്പെട്ട പ്രവാചകന്മാരെ പോലുള്ള ആളുകൾ മരണപ്പെടണമെന്ന് ആരാഗ്രഹിച്ചിട്ടുണ്ട്? അവിശ്വാസികളായ ആളുകൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ മാർഗത്തിൽ ഞാൻ ഒറ്റക്കല്ല എന്നെന്ത് ചെയ്തു? ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി കവിതയായി പാടിയിട്ടുണ്ട്. അപ്പം അതോട് നമുക്കൊരു ചേർത്ത് വായിക്കാൻ പറ്റുന്ന ആശയമാണെന്ത് ഈ ആയത്തിലുള്ളത്? ഫമൻ യുജീറുൽ കാഫിരീന മിൻ അദാബിൻ അലീം. അപ്പം ഇവിടെ ആദ്യം പറഞ്ഞെന്താ? നബി പറയാണ്, കുൽ, നബിയെ താങ്കൾ പറയണം, അറഅയ്തും, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കുന്നത് കാഫിരീങ്ങളെ ആരാണ് രക്ഷപ്പെടുത്തുക? നിങ്ങളെ എന്നല്ല പറഞ്ഞത്, കാഫിരീങ്ങളെ. അപ്പം അവർ വേദനാജനകമായ ശിക്ഷയ്ക്ക് കാരണമായി തീരുന്നത് എന്തുകൊണ്ടാണ്? അവരിൽ കുഫ്ർ എന്ന സിഫത്ത് ഉള്ളത് കൊണ്ടാണ്, കുഫ്ർ എന്ന വിശേഷണം ഉള്ളത് കൊണ്ടാണ് അവർ വേദനാജനകമായ ശിക്ഷയ്ക്ക് കാരണമായി തീർന്നത്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത്, ഖുൽ ഹുവർ റഹ്മാൻ, അവനാണ് പരമകാരുണ്യകൻ, ആമന്നാ ബിഹി, അവനിൽ നാം വിശ്വസിച്ചിട്ടുണ്ട്, ആമന്ന നമ്മൾ വിശ്വസിച്ചിട്ടുണ്ട്, ബിഹി അല്ലാഹുവിൽ, വ അലൈഹി തവക്കൽനാ, അല്ലാഹുവിൽ തവക്കുൽ ചെയ്തിട്ടുമുണ്ട്. അവിടെ ശരിക്കും വരേണ്ടത്, ആയത്തിന്റെ ഘടന അനുസരിച്ച് വരേണ്ടത് തവക്കൽന അലൈഹിന, നമ്മൾ തവക്കുൽ ചെയ്തു, അലൈഹി അല്ലാഹുവിൽ. പക്ഷെ തിരിച്ചാണ് വന്നിട്ടുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹസ്റിനെ തേടുന്നാണ് ഭാഷാ പണ്ഡിതന്മാർ പറയാം. ഹസ്റിനെ തേടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവക്കുൽ ആർക്കേ പറ്റുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് വ അലൈഹി തവക്കൽന, അവനിൽ നമ്മൾ ഭരമേൽപ്പിക്കുന്നു. അപ്പൊ ജീവിതം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെന്തില്ല? ടെൻഷൻ അടിക്കേണ്ടതോ അതല്ലെങ്കിൽ ബേജാറാകേണ്ട യാതൊരു അവസ്ഥയും ഉണ്ടാവുകയില്ല. ഒരാൾക്ക് തവക്കുൽ ചെയ്തിട്ടും പിന്നെയും വിഷമമാണ് എങ്കിൽ അതെന്തല്ല? അത് തവക്കുലല്ല, അത് തവക്കുൽ പൂർണ്ണമായിട്ടില്ല എന്നാ തിരിച്ചറിയേണ്ടത്. കാരണം തവക്കുൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെന്തില്ല? ആ വിഷയത്തിൽ ഒരു വിഷമം അവനെ ബാധിക്കുകയില്ല. അപ്പൊ അതാണ് യഥാർത്ഥ തവക്കുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ആർക്കാണ് ഏൽപ്പിക്കുന്നത്? അള്ളാഹുവിലാണ് ഏൽപ്പിക്കുന്നത്. എല്ലാത്തിനും കഴിവുറ്റ, എല്ലാത്തിനും ഖാദിറായ അള്ളാഹുവിൽ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ യാതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തവക്കുൽ അത് അപാരമായിരുന്നു. നമുക്കൊരിക്കലും അത് എത്രത്തോളമായിരുന്നു എന്ന് ആലോചിച്ചാൽ തന്നെ ചില ചരിത്ര സംഭവങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തും. ഒരിക്കൽ ഒരു ശത്രു വന്നിട്ട് റസൂലിനോട് ചോദിക്കുന്നുണ്ട്, ആരാണ് താങ്കളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന് വാളൂരി പിടിച്ച് ചോദിക്കാൻ. ആ സമയത്ത് എന്താ മറുപടി പറയുന്നത്?
അല്ല എന്ത് ചെയ്യും? രക്ഷപ്പെടുത്തും. ആ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വാളെന്ത് ചെയ്തു? താഴെ വീണു എന്നാണ്. തിരിച്ചിട്ട് റസൂൽ ആ വാളെടുത്ത് ചോദിക്കുന്നുണ്ട്, നിന്നെ ആരാ രക്ഷപ്പെടുത്തുക? അപ്പൊ അത്രയും തവക്കുലിന്റെ പ്രതീകമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ചരിത്രം നമുക്ക് വരച്ചു കാട്ടിത്തരുന്നുണ്ട്. അതിൽ ആദ്യം പറയുന്നത് ഖുൽ ഹുവർ റഹ്മാൻ, നബിയെ താങ്കൾ പറയുക, ഹുവർ റഹ്മാൻ, അവനാണ് പരമകാരുണികൻ. ആമന്ന ബിഹി, ഈമാനാണ് ആദ്യം ഉണ്ടാകേണ്ടത്, വിശ്വാസം ശരിയാകണം. വ അലൈഹി തവക്കൽന, അവനിൽ നമ്മൾ തവക്കുൽ ചെയ്തു. ഫസതഅലമൂന, നിങ്ങൾ വഴിയാതെ അറിയും, വൈകാതെ നിങ്ങൾ അറിയും. മൻ ഹുവ ഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിൽ ആരാണ് എന്ന് നിങ്ങൾ വൈകാതെ തിരിച്ചറിയും എന്നാണ് റസൂൽ പറഞ്ഞു വെക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടരെന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹുൽ വിശ്വസിച്ചിട്ടുണ്ട്, അള്ളാഹുൽ തവക്കുൽ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ നിങ്ങളൊന്നും എന്ത് ചെയ്തിട്ടില്ല? ഇതൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? വൈകാതെ അറിയും ആരാണ് വഴി പിഴച്ചവർ. അവസാനത്തെ ആയത്ത് ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ. അപ്പൊ എല്ലാ അനുഗ്രഹത്തിന്റെയും ദാതാവ് അള്ളാഹു ആണ് എന്ന് തീർച്ചപ്പെടുത്താണ് അവസാനത്തെ ആയത്തിലൂടെ. ഖുൽ, നബിയെ താങ്കൾ പറയുക, അറഅയ്തും, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇൻ അസ്ബഹ മാഉകും ഗൗറൻ, നിങ്ങളുടെ വെള്ളമെങ്ങാനും വറ്റിപ്പോയി കഴിഞ്ഞാൽ ഫമൻ യഅതീകും, ആരാണ് നിങ്ങൾക്കത് കൊണ്ടുവന്നു തരിക? ബിമാഇൻ മഈൻ, ഉറവ് വെള്ളം, അതല്ലെങ്കിൽ നല്ല ഒഴുകുന്ന വെള്ളം. വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ ഒഴുകുന്ന വെള്ളം നിങ്ങൾക്ക് ആരാണ് കൊണ്ടുവന്നു തരിക എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ ദിനേന കുടിക്കുന്ന വെള്ളം പോലും അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്തിൻ്റെ കാരണത്താലാണ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ചിന്ത നിങ്ങൾക്കുണ്ടാകണം എന്നാണ് അള്ളാഹു പറയുന്നത്. ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാട്ടിൽ അന്ന് 2 കിണറുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ബിഇറു സംസമാണ്, മറ്റൊന്ന് ബിഇറു മൈമൂൻ. ഈ 2 കിണറുകളായിരുന്നു അവരുടെ നാട്ടിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ആ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്തില്ല? പിന്നെ അത് അള്ളാഹു അല്ലാതെ മറ്റാർക്കും വെള്ളത്തെ കൊണ്ടുവരാൻ സാധിക്കുകയില്ല. അതാണ് നമ്മൾ വെള്ളത്തിൻ്റെ കെടുതിയിൽപ്പെട്ട സന്ദർഭത്തിൽ നമുക്കറിയാം എത്രത്തോളം പ്രയാസം നമ്മൾ അതിലൂടെ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പം അത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ് നമുക്ക് വെള്ളം ലഭിക്കുന്നു എന്നത്, അത് കുടിക്കാൻ സാധിക്കുന്നു എന്നത്. ചില രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ കിലോമീറ്ററുകൾ താണ്ടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? വെള്ളം അവർക്ക് കുടിക്കാൻ സാധിക്കുകയുള്ളൂ. കിലോമീറ്ററുകൾ വെള്ളം താണ്ടാൻ വേണ്ടി തന്നെ പോകണം. നമുക്ക് അങ്ങനെ പോകുന്നത് തന്നെ ആലോചിക്കാൻ സാധിക്കുകയില്ല. അത്രയും സുഭിക്ഷമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, നിങ്ങൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ നിങ്ങൾ സ്തുതിക്കണം, അൽഹംദുലില്ലാ എന്ന് നിങ്ങൾ പറയണം. ആ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കണം പറയേണ്ടത്. ഈ വെള്ളം ലഭിക്കാത്ത ആളുകളുണ്ട്, ഈ വെള്ളം കിലോമീറ്ററുകൾ താണ്ടിയിട്ട് മാത്രം കിട്ടുന്ന ആളുകളുണ്ട്. എന്നാൽ അള്ളാഹു എന്ത് ചെയ്തു? അതിൽ നിന്നെല്ലാം നമുക്ക് സംരക്ഷണം നൽകി നമുക്ക് ഏറ്റവും എളുപ്പമായ രൂപത്തിൽ അള്ളാഹു ഏർപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ റബ്ബിനാണ് സർവസ്തുതിയും എന്ന രൂപത്തിൽ നമുക്ക് ശുക്ർ ചെയ്യാൻ സാധിക്കണം. സൂറത്തുൽ മുഅ്മിനൂനിലെ 18-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, വഅൻസൽനാ മിനസ്സമാഇ മാഅൻ ബിഖദരിൻ ഫഅസ്കന്നാഹു ഫിൽ അർദി വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ. നമ്മളാണ് ആ വെള്ളം ഇറക്കി തരുന്നത്. എന്നാൽ ആ വെള്ളത്തെ എടുത്തു മാറ്റാൻ ആർക്കും പറ്റും? നമുക്ക് ആ വെള്ളത്തെ എടുത്തു മാറ്റാനും പറ്റും. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നാണ് സൂറത്തിൽ പറഞ്ഞു വെക്കുന്നത്. അതാണ് സൂറത്തുൽ മുൽക്കിലെ അവസാനത്തെ ആയത്തിൻ്റെ വിശദീകരണമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖിനാൽ സൂറത്തുൽ മുൽക്കിൻ്റെ ക്ലാസ്സോടെ അവസാനിച്ചിട്ടുണ്ട്. ഒന്നും കൂടി വായിക്കുകയും അതിൻ്റെ ആശയതലങ്ങളിലൂടെ സഞ്ചരിക്കുകയും കൃത്യമായി പഠിക്കുകയും അതോടൊപ്പം തന്നെ എല്ലാ രാത്രികളിലും ഇത് പാരായണം ചെയ്യാൻ കൂടി നമ്മൾ തുനിയേണ്ടതുണ്ട്. ഒരു കാര്യം പഠിക്കാൻ സാധിക്കുക എന്നത് അള്ളാഹുവിൻ്റെ തൗഫീഖാണ്. എന്നാൽ അതോടൊപ്പം തന്നെ അത് പ്രാവർത്തികമാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. പഠിക്കുക എന്നുള്ളത് ഒന്നാമത്തേതാണ്. രണ്ടാമത്തേത് പഠിച്ചതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക. എന്നാൽ അതിന് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ അങ്ങേയറ്റത്തെ ഭയം ആ വിഷയത്തിൽ ഉണ്ടാകണം. കാരണം ഒരു കാര്യം പഠിച്ചു തിരിച്ചറിഞ്ഞു എന്നിട്ടും ചെയ്യാൻ പറ്റണില്ല, അത് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ തൗഫീഖിനെ തൊട്ട് നമ്മൾ തടയപ്പെട്ടിട്ടുണ്ടോ എന്നൊരാലോചന നമുക്കുണ്ടാകണം. അപ്പോൾ എല്ലാ രാത്രികളിലും ഇത് പാരായണം ചെയ്യേണ്ടതുണ്ട്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്,
ഒരു മനുഷ്യനെ മലക്ക് ശിക്ഷിക്കാൻ വരുമ്പോൾ കാൽഭാഗത്തിലൂടെ വരും, തലഭാഗത്തിലൂടെ വരും, വയറിൻ്റെ ഭാഗത്തിലൂടെ വരും. ഈ ഭാഗത്തിലൂടെ എല്ലാം വരുമ്പോൾ അവൻ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തവനാണെങ്കിൽ എന്തു പറയും? പ്രവേശനമില്ല, ഇവൻ എന്ത് ചെയ്തിട്ടുണ്ട്? സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തിട്ടുണ്ട്. അപ്പം അത്രയും പ്രാധാന്യമുള്ള ഒരു സൂറത്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന, എല്ലാ രാത്രിയിലും ഓതുന്ന അവൻ്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.